എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആക്ടിവിറ്റി 4 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 4 ആക്ടിവിറ്റീസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 5 വായിച്ച് നോക്കാം. എ റെക്ടാങ്കുലർ ടാങ്ക് ഹാസ് 3 meter length and 2 meter width. It can contain 12,000 liters of water. What is the height of the tank? ഓക്കെ, എന്നുള്ള ഇതേ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ 3 meter ആണ്, ഇവിടെ 2 meter ആണ്, ഇവിടെ ലിറ്റേഴ്സാണ്. അപ്പോൾ നമ്മുടെ നമ്മൾ ഇത് കറക്റ്റ് ആക്കണം എന്നിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ 3 meterയും 2 meterയും ആൻസർ ഇതെന്തായിരിക്കും? ഇതിനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 12,000 ലിറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ നമുക്കുമ്പോൾ 12 മീറ്ററിനായി. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഹൈറ്റ് ഈക്വൽ ടു വോളിയം ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ വോളിയം 12 ആണ്, അതേപോലെ തന്നെ നമുക്ക് ലെങ്ത്തും അതേപോലെ തന്നെ വിഡ്ത്തും തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 3 ആണ്, 2 ആണ്. അപ്പോൾ 12/3 ഇൻറ്റു 2, 12/6, ദാറ്റ് ഈസ് 2. ഓക്കെ, അപ്പോൾ 2 മീറ്ററിന് നമുക്ക് എഴുതാം. ഇതല്ലെങ്കിൽ വേറെ രീതിയിലും ഒക്കെ അത് നമുക്ക്. ഇനി അടുത്തത്, അപ്പോൾ 2 meter കിട്ടി. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഇനി അടുത്തത്, ദ ടാങ്ക് ഹാസ് വാട്ടർ അറ്റ് എ ഹൈറ്റ് ഓഫ് 150 centimeter. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക് നൗ? ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈറ്റ് 150 ആണ് തന്നത്. അപ്പോൾ 150 ഇൻറ്റു 300 ഇൻറ്റു 200. ഓക്കെ, ഇവിടെ 2 മീറ്ററും 3 മീറ്ററൊക്കെ തന്നു. അതിനെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്താണ്. ഇത് സെൻറ്റിമീറ്റർ ആകുമ്പോൾ അതിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2 മീറ്റർ എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ 200, അതേപോലെ തന്നെ 3 മീറ്റർ എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ 300. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 ഇൻറ്റു 3 45, 45 ഇൻറ്റു 2 90. ബാക്കി നമ്മൾ സീറോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 9000 ലിറ്റേഴ്സ് എന്ന് കിട്ടി. ആൻസർ എത്രയാണ്? 9000 ലിറ്റർ. ഇനി അടുത്തത് എന്താണ്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ബി എ ക്യൂബിക്കൽ വെസൽ ഓഫ് സൈഡ്സ് 10 centimeter കണ്ടെയ്ൻ? അപ്പോൾ 1 ലിറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തത് ആക്ടിവിറ്റി 6 നോക്കാം. ജോസഫ് കോക്കനട്ട് ഗ്രോ ഈസ് എ റെക്ടാങ്കുലർ ഷേപ്പ്. ഇറ്റ്സ് ലെങ്ത് 68.2 meter ആൻഡ് വിഡ്ത്ത് 32 meter. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താണ്, ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് അയൺ ആർ നീഡഡ് ടു ഫെൻസ് എ ലൈൻ ഓഫ് വയർ അറൗണ്ട് ദ ഗ്രോ. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള പെരിമീറ്ററാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയില്ല. 2L+B ആണ്. ഇവിടെ L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 68.2 ആണ് തന്നത്. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 32 ആണ്. അപ്പോൾ നമ്മളിത് രണ്ടും ആദ്യം കൂട്ടണം അല്ലേ? 68.2 + 32 നമ്മൾ കൂട്ടണം, നമ്മൾ ആഡ് ചെയ്യണം. അപ്പം 2 8 2 10, ബാലൻസ് 1 6 7 7 3 10, 100.2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 100.2 അല്ലേ? 2 ഇൻറ്റു 100.2. അത് നമ്മൾ ചെയ്താൽ 2 ഇൻറ്റു 100 200.2 ഇത് നമുക്ക് കിട്ടും. ഓക്കെ, 200.4 മീറ്ററാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. ഇനി അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗ്രോ? അപ്പോൾ ഇത് നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? പെരിമീറ്റർ ആണ്. ഇനി ഏരിയ കാണണമെങ്കിൽ L ഇൻറ്റു B ആണ്. അപ്പോൾ 68.2 ഇൻറ്റു 32 നമ്മൾ ചെയ്യണം. ഓക്കെ, 68.2 ഇൻറ്റു 32. ഓക്കെ, 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു 8 6, ബാലൻസ് 1, 2 ഇൻറ്റു 6 2 ഇൻറ്റു 6 12, 12 + 1 13. ഇനി 3 ഇൻറ്റു 2 6, 3 ഇൻറ്റു 8 24, 3 ഇൻറ്റു 6 18, 18 + 2 20. ഇനി 4 2 6 + 6 12, 1 3 4 4 + 8 1 + 0 1 2 2. ഇനി നമ്മൾ എവിടെ പോയിൻ്റ് ഇടും? ഇവിടെ ഒരൊറ്റ ഡെസിമൽ പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു
പ്ലേസ് മാറ്റിയിട്ടാൽ നമ്മുടെ ആൻസർ 2182.4 ആണ്. ഓക്കെ, ആൻസർ എത്രയാണ്? 2182.4. Next question, which is the following is equal to 68.68 into 52.5. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ട് നോക്കാം. ആദ്യത്തേൽ 2 ഡെസിമൽ പോയിൻറ്റും രണ്ടാമത്തേൽ ഒരൊറ്റ ഡെസിമൽ പോയിൻറ്റും. അപ്പം മൊത്തത്തിൽ 3 ഡെസിമൽ പോയിൻ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 3 അല്ല, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെയാണ് കറക്റ്റ് ഉള്ളത് 3 പോയിൻ്റ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇനി ഓക്കെ, ആക്ടിവിറ്റി 7 നോക്കാം. 225 can be written as the product of prime number 5 into 5 into 3 into 3. 225നെ നമുക്ക് ഇങ്ങനെ എഴുതാം. How many factors does 225 have? അപ്പോൾ 225ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ 5നെ നമുക്ക് 5 എക്സ്പോണൻറ്റ് 2, 3 എക്സ്പോണൻറ്റ് 2 അല്ലേ, 5 സ്ക്വയർ ഇൻറ്റു 3 2. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ്പോണൻറ്റിനോട് 1 കൂട്ടിയിട്ട് ഇൻറ്റു ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 + 1 3, 2 + 1 3, 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 9. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? 9 ആണ്. അപ്പോൾ 9 ആണ് ആൻസർ. നെക്സ്റ്റ് എന്താണ്? റൈറ്റ് 144 ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പം ഫാക്ടറൈസ് ചെയ്യാനാണ് 144നെ. അപ്പോൾ ആദ്യം 2 കൊണ്ട് ചെയ്തു. അപ്പോൾ 72, അഗെയിൻ 2, അപ്പോൾ നമുക്ക് 36, അഗെയിൻ 2 ദാറ്റ് ഈസ് 18, അഗെയിൻ 2 ദാറ്റ് ഈസ് 9, അഗെയിൻ 3 ദാറ്റ് ഈസ് 3. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ എത്ര 2 ഉണ്ട്? 2⁴ ആണ്, അതേപോലെ 3² ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എഴുതാനാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുക, 2 × 2 × 2 × 2 × 3 × 3 ദാറ്റ് ഈസ് 2⁴ × 3². ഇങ്ങനെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടർ എഴുതി. ഇനി നമ്മളോട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര എന്നാണ് ചോദിച്ചത്. ഇവിടെ 4 ആണ് എക്സ്പോണൻറ്റ്, ഇവിടെ 2 ആണ് എക്സ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ 4നോട് നമ്മൾ എന്ത് കൂട്ടണം? 4 കൊണ്ട് നമ്മൾ 1 കൂട്ടിയാൽ നമുക്ക് എത്ര ആൻസർ? 5 ആണ്. അപ്പോൾ 4നോട് നമ്മൾ 1 കൂട്ടി, 2 കൊണ്ട് 1 കൂട്ടി. അപ്പോൾ 4 + 1 5, 2 + 1 3. അപ്പം 5 × 3 ദാറ്റ് ഈസ് 15. അപ്പോൾ 15 ഫാക്ടേഴ്സാണ് നമുക്ക് ഉള്ളത്. ഇനി ഹൗ മെനി ഫാക്ടേഴ്സ് ഡസ് 224 × 144? അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ 15, ഇവിടെ 225ഉം 144, അത് നമ്മൾ നേരത്തെ ചെയ്താണ്. അപ്പോൾ നമുക്കിതെല്ലാം മൊത്തത്തിൽ എഴുതണം. 5 × 5 × 3 × 3 ആണ് നമ്മൾ 225ൻ്റെ ഫാക്ടേഴ്സ്. അതേപോലെ 144ൻ്റെ നമ്മൾ നേരത്തെ എഴുതി. എത്രയാണ്? ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരുന്നു? നമ്മൾ പറഞ്ഞ 75 ആണ്. ആക്ടിവിറ്റി 7ൻ്റെ സി ക്വസ്റ്റ്യൻ്റെ ആൻസർ 75 ആണ്. ഇനി അടുത്ത ആക്ടിവിറ്റി 8 ആണ്. ഷുഗർ. ഓക്കെ, ദ വെയിറ്റ് ഓഫ് ഈച്ച് ഐറ്റം ഇൻ ദ ഫുഡ് കിറ്റ് റിസീവ്ഡ് ബൈ രാമു. രാമുവിന് കിട്ടിയ ഫുഡ് കിറ്റാണ്. ഷുഗർ ഉണ്ട്, റൈസ് ഉണ്ട്, മസ്റ്റാർഡ് ഉണ്ട്, ടീ ഉണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഐറ്റംസ് കിറ്റ് ഇൻ കിലോഗ്രാംസ്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എല്ലാം കൂട്ടുക. 1.5 + 7.5 + 200 grams എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതണം. ഓക്കെ, പോയിൻറ്റിൻ്റെ അപ്പുറത്ത്. പിന്നെ 250 grams. ഓക്കെ, ഇനി 0 5 2 2 4 4 5 9 9 5 13. ഓക്കെ, 5 5 10 12 14, ബാലൻസ് 1 1 + 1 2 2 + 7 9. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 9.450 kg. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതാണ്. ഇനി അടുത്തത് റൈറ്റ് ദ വെയിറ്റ് ഓഫ് ദ ഐറ്റംസ് ഇൻ ദ കിറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കുറവുള്ളത് 200 ആണ്, പിന്നെന്താണ് 0.250 ആണ്, പിന്നെ 1.5 kg ആണ്, പിന്നെ 7.5 kg. ഓക്കെ, അസെൻഡിങ് ഓർഡർ വളരെ എളുപ്പമാണ്. ഇനി വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 200 grams. 200 grams എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 200 grams എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 ഡിവൈഡഡ് ബൈ 1000 ആണല്ലോ. അപ്പോൾ കട്ട് ചെയ്തു 2/10. 2/10 എന്ന് പറയുമ്പം
ഇതല്ല, ഇതാണ് ആൻസർ. 0.2 ആണ്. ഓക്കെ, അപ്പം നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആൻസർ തന്നെ ആയിരുന്നു. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് അധികവും വന്നത്, അതേ പാറ്റേൺ ആണ് വന്നത്. ഓക്കെ, താങ്ക് യു.